എല്ലാ തകർച്ചയിൽ നിന്നും അതിസമ്പന്നതയിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുവാൻ ശക്തമായ ചാണക്യതന്ത്രങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ആശയം മാത്രം മനസ്സിലാക്കാതെ എപ്പിസോഡ് പൂർണ്ണമായും കണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്നുറപ്പാണ്. ഉള്ളത് നഷ്ടപ്പെടാതെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ ഓരോ വ്യക്തിയും ഈ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തിക വളർച്ചയ്ക്കായി ഒന്നാമതായി നാം പഠിക്കേണ്ട പാഠം സമ്പത്തിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സമ്പത്ത് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ശക്തമായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരും. വരവു ചിലവുകൾ വ്യക്തമായി മനസ്സിലാക്കി ചിലവുകൾ എങ്ങനെയെല്ലാം കുറയ്ക്കാം എന്നതിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും ആഡംബരത്തിന്റെയും ചഞ്ചലമായ ആഗ്രഹങ്ങളുടെയും അടിമയായി ധനദുർവ്യയം ചെയ്യരുതെന്ന് ചാണക്യൻ ശക്തമായി ഉദ്ബോധിപ്പിക്കുന്നു. നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്ക് മാത്രം പണം ഉപയോഗിക്കുകയും അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി ധനം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്നത് ശീലമാക്കുക. കുട്ടികളുടെ കയ്യിൽ പണം നൽകുകയും ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളത് സൂക്ഷിച്ചു വയ്ക്കുന്ന ശീലം ചെറുപ്പം മുതൽ തന്നെ അവരെ പഠിപ്പിക്കുക. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അനന്തമാണ്, എന്നാൽ സാധ്യതകൾ പരിമിതവും. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം ഒരു വ്യക്തിക്കും കരുതൽ നിക്ഷേപം നടത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമാകുന്ന ധനത്തിൽ നിന്ന് ആദ്യം തന്നെ കരുതൽ നിക്ഷേപം മാറ്റിവെക്കുകയും ബാക്കിയുള്ള പണത്തെ ശ്രദ്ധയോടെ മുൻഗണനാ അടിസ്ഥാനത്തിൽ ചിലവഴിക്കുകയും ചെയ്യുക. ലളിത സുന്ദര ജീവിതം നയിക്കുന്നതിലൂടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുകയും ധനം കുറയാതിരിക്കുകയും ചെയ്യും. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിതത്തിൽ ആഹ്ലാദ അവസരങ്ങളിൽ സന്തോഷിക്കുകയും എന്നാൽ ഇത്തരം അവസരങ്ങളിൽ സർവ്വതും മറന്ന് പണം ധൂർത്തടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. പ്രത്യേകിച്ച് കടം വാങ്ങി ആഘോഷം നടത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ധനനഷ്ടം സംഭവിക്കാതിരിക്കുവാൻ വിവേകപൂർണമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠം. മനസ്സ് പതറുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ധനവിനിയോഗം അതിര് കടന്നു പോകാതിരിക്കുവാൻ ബോധപൂർവമായ കരുതൽ ആവശ്യമാണ്. ധനനഷ്ടം കൂടാതെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുക. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ധനസമ്പാദനത്തിലെ പ്രധാന പാഠമാണ് ചോർച്ചയെ തടയുക എന്നത്. കാരണം വരുമാനം എത്ര ഉയർന്ന അളവിലാണെങ്കിലും ചിലവ് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ പരിണിത ഫലം കനത്ത സാമ്പത്തിക തകർച്ചയായിരിക്കും. അതേസമയം വരുമാനം കുറവാണെങ്കിൽ തന്നെ ചിലവ് കുറയ്ക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിക്ഷേപം കൂടുതലായിരിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക. നാലാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ജീവിത വിജയത്തിന് വളർച്ചാ സാധ്യതയുള്ള പുതിയ അവസരങ്ങളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. എന്നെങ്കിലും ജീവിതത്തിൽ നല്ല അവസരങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയമാണ്. അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്, അതിനെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളർച്ചാ സാധ്യതയുള്ള ഒരു മാർഗം തുറന്നു കിടക്കുന്നുണ്ട്. എന്നാൽ അവസരങ്ങൾക്കായി സാധ്യതകൾക്കായി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ആ മാർഗം ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കുന്നു. ഒരിക്കലും ആർത്തിയോട് ജീവിക്കരുത്. ജീവിതത്തിൽ സംതൃപ്തിയും പക്വതയും ഉണ്ടായിരിക്കണം. സന്തുഷ്ടിയില്ലാത്ത ജീവിതം ഇല്ലായ്മയിലേക്ക് നയിക്കും. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുകയും സാമ്പത്തിക സുസ്ഥിതിക്കായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ അഭിവൃദ്ധി പ്രാപിക്കും. ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വളർച്ചയും നന്മയും ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയുള്ളവരുമായി മാത്രം അടുത്ത സൗഹൃദം തുടരുക എന്നുള്ളതാണ്. അസൂയാലുക്കളും അഹങ്കാരികളും സ്വാർത്ഥമോഹികളുമായവരാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അവർ നിങ്ങളുടെ എല്ലാ വളർച്ചയ്ക്കുമെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പലപ്പോഴും അനാവശ്യമായ പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും സമാധാനക്കേടും സൃഷ്ടിക്കും.
നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സാമ്പത്തിക വളർച്ചയും നിക്ഷേപങ്ങളുമെല്ലാം രഹസ്യമായി വയ്ക്കുന്നതിലൂടെ ശത്രുക്കൾക്ക് നമ്മുടെ സാമ്പത്തിക നിലവാരം അറിഞ്ഞ് ആക്രമിക്കുവാനോ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുവാനോ കഴിയുകയില്ല. നമ്മോട് അടുത്തിടപെടുന്ന സ്വാർത്ഥമോഹികളും അസൂയാലുക്കളും നമ്മുടെ സമ്പത്ത് ചോർത്തിയെടുക്കുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക നിലവാരം മറച്ചുവെക്കുന്നതാണ് ഉത്തമം. അതേസമയം തന്നെ നമ്മുടെ നഷ്ടങ്ങളും തകർച്ചകളുമെല്ലാം രഹസ്യമായി സൂക്ഷിക്കണമെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നാം സാമ്പത്തിക തകർച്ചയിലാണെന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ നമ്മെ സാമ്പത്തികമായി സഹായിക്കാതെ പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക. എട്ടാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സാമ്പത്തിക നഷ്ടമുണ്ടാക്കുവാൻ ആരെങ്കിലും ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിവേകപൂർണമായി അതിന് തടയിട്ടില്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ പോലും കോട്ടങ്ങളായി മാറും. വ്യാപാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുവാൻ വളരെയേറെ കരുതൽ ആവശ്യമാണ്. ഒമ്പതാമതായി നാം മനസ്സിലാക്കേണ്ട സാമ്പത്തിക പാഠം എങ്ങനെ വളർച്ചാ സാധ്യതയുള്ളതും ഉറപ്പുള്ളതുമായ മൂല്യനിക്ഷേപം നടത്താമെന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയും മുരടിപ്പും ശരിയായി വിലയിരുത്തുക. കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള മേഖലയിൽ നിക്ഷേപം നടത്തുവാൻ ശ്രദ്ധിക്കുക. ലാഭകരമല്ലാത്തതും അപകട സാധ്യത കൂടിയതുമായ ഒന്നിലും നിക്ഷേപം നടത്താതിരിക്കുക. നിക്ഷേപം ഏതെങ്കിലും ഒന്നിൽ മാത്രമാക്കാതെ വികേന്ദ്രീകരിക്കുക. അതായത് വ്യാപാരത്തിൽ ഒരു ഭാഗം നിക്ഷേപിക്കുന്നുവെങ്കിൽ ഒരു ഭാഗം പ്രോപ്പർട്ടിയിലും ഒരു ഭാഗം സ്വർണത്തിലും മറ്റൊരു ഭാഗം ഷെയർ മാർക്കറ്റിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലുമൊക്കെയായി വികേന്ദ്രീകരിക്കുമ്പോൾ ഒരു മേഖലയിൽ എന്തെങ്കിലും തകർച്ച നേരിട്ടാൽ മറ്റൊന്നിൽ പിടിച്ചു കയറാൻ കഴിയും. ഒരിക്കലും ഒരു മേഖലയിൽ മാത്രമായി മുഴുവൻ നിക്ഷേപവും നടത്താതിരിക്കുക. പത്താമതായി നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് മുഴുവൻ സമ്പത്തും ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കൽ നാം വേർവിട്ടു പോകേണ്ടി വരുമെന്നുള്ളത്. ലഭിച്ച സമ്പത്തിനെ പ്രതി ദൈവമുമ്പിൽ കൃതജ്ഞതയുള്ള വ്യക്തിയാവുക. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എപ്പോഴും അർഹരായവർക്ക് ദാനം ചെയ്യുന്നത് ശീലമാക്കുക. എപ്പോഴും കൃതജ്ഞതയുള്ള മനോഭാവം കാത്തു സൂക്ഷിക്കുക. കൃതജ്ഞതാ മനോഭാവം കൂടുതൽ നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. നന്ദിഹീനരുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള നന്മകൾ കൂടി നഷ്ടപ്പെട്ടു പോകാൻ ഇടവരും. എല്ലാവരോടും കരുണയോടും ആർദ്രതയോടും കൂടി ഇടപെടുക. മറ്റുള്ളവരെ തക്ക സമയത്ത് നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവവും സഹായിക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് കൂടുതൽ ധാർമ്മിക മൂല്യമുള്ളതായിത്തീരുന്നു. വില്ലേജ് ലൈറ്റിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞ 10 കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റം വരിക തന്നെ ചെയ്യും. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.